നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ചില്ലി ഗാർലിക് പൊറോട്ട. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു ഡിപ്പും കൂടി തയ്യാറാക്കുന്നുണ്ട്. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. അതായത് 250 മില്ലിയുടെ കപ്പിന് 2 കപ്പ് അമർത്തി അളന്നതും പിന്നെ 2 ടേബിൾ സ്പൂൺ പൊടിയും കൂടി ആ ഒരു അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. പൊറോട്ടയ്ക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇത് അല്പം പോലും കൂടിപ്പോയരുത്. ഇത് കൂടിപ്പോയാൽ പൊറോട്ടയ്ക്ക് ബേക്കിംഗ് സോഡയുടെ ഒരു ചുവ ഉണ്ടാവും. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പകരം നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് ഒരല്പം പാലും കൂടി ചേർത്താൽ മതി. ഇനി 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്. നമ്മൾ ഈ തൈര് ചേർക്കുന്നത് ഇതിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ്. ഒരു അസിഡിക് ഇൻഗ്രീഡിയൻ്റ് ഉള്ളപ്പോഴാണ് ബേക്കിംഗ് സോഡയുടെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കുന്നത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നനച്ചെടുക്കുക. സാധാരണ വെള്ളം തന്നെ ചേർത്താൽ മതി. പൊടി മുഴുവൻ നന്നായിട്ട് നനച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ഒട്ടലുള്ളൊരു മാവായിട്ടാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. അതായത് 180 മില്ലി വെള്ളം. ഇനി ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് ഈ മാവ് നല്ല സ്ട്രോങ് ആയി വന്നു കഴിഞ്ഞാലാണ് നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന പോലെയുള്ള നല്ല ചൂവി ടെക്സ്ചറിലുള്ള പൊറോട്ട വീട്ടിലുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇത് കുഴയ്ക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുഴച്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ കുഴയ്ക്കേണ്ട ആ സമയം ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ഈ മാവ് കുറച്ച് നേരം ഒന്ന് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ മാവിൻ്റെ വലിയ ഒട്ടലൊക്കെ കുറഞ്ഞിട്ട് മാവ് പതിയെ സ്ട്രോങ് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് കുഴച്ച് കൊടുത്താൽ മതിയാകും. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇതേപോലെ കുറച്ച് നേരം ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും മാവ് നല്ല സ്മൂത്തായി കിട്ടും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഈ മാവ് കൂടുതൽ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കും. ഒരു പാത്രത്തിൽ ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കാം. അതിലേക്ക് മാവ് ഇറക്കി വെച്ചിട്ട് മാവ് ഒന്ന് ചുറ്റിച്ചെടുക്കാം. എൻ്റെ എല്ലാ ഭാഗത്തും എണ്ണയാകുന്ന പോലെ എൻ്റെ ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞതൊരു 30 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ മാവ് ഇവിടെ പാകമായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് വലിച്ചു നോക്കിയാൽ നമുക്കൊരു തിൻ ഷീറ്റായിട്ട് പൊട്ടിപ്പോകാത്തൊരു ഷീറ്റായിട്ട് ഇതേപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ഈ മാവിനെ ചെറിയ ബോൾസ് ആക്കി ഡിവൈഡ് ചെയ്യാം. നമുക്ക് എത്ര വലിപ്പമുള്ള പൊറോട്ടയാണ് വേണ്ടത് അതനുസരിച്ചുള്ള വലിപ്പമുള്ള ബോൾസ് ആക്കാം. ഈ ബോൾസ് എല്ലാം എണ്ണ തടവിയിട്ടുള്ള ഒരു ട്രേയിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് മൂടി വെക്കണം. ഞാനിവിടെ 5 ബോൾസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബോൾസൊക്കെ പരത്തി ഷേപ്പ് ചെയ്ത് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇത് പരത്താൻ പറ്റില്ല. നമ്മൾ പരത്തിയാൽ നന്നായിട്ട് പരന്ന് കിട്ടില്ല. കാരണം നമ്മൾ ഓരോ തവണ കൈകാര്യം ചെയ്യുന്നതോറും മാവിലുള്ള ഗ്ലൂട്ടൻ കൂടുതൽ ടൈറ്റായി വരും. അപ്പോൾ ഈ ഗ്ലൂട്ടൻ റിലാക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന ഓരോ സ്റ്റേജിലും മാവിന് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോൾസൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മിക്സ് തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ നെയ്യ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ആ നെയ്യിലേക്ക് ആയിക്കോളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒരല്പം എണ്ണ തടവി കൊടുക്കാം. ഒത്തിരി എണ്ണ ആവരുത്, അപ്പോൾ നമുക്കത് പരത്താൻ പ്രയാസമായിരിക്കും. ഇതേപോലെ ആദ്യം ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വശങ്ങളിൽ പിടിച്ച് ഇതേപോലെ ഒന്ന് സാവധാനം വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇതേപോലെ ഒരു തിൻ ഷീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്യാൻ പറ്റും.
ഇനി ഇതിന്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ മിക്സ് സാവധാനം ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് മൈദ ഇതിന്റെ മുകളിലൊന്ന് തൂവി കൊടുക്കണം. എന്നിട്ട് ഇതൊരു പിസ്സ കട്ടറോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ട് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. ഇനി ഇത് ഒരരികിന് ഇതുപോലെ എല്ലാം കൂടി ഒരുമിച്ചാക്കുക. ഇനി ഇത് ഇതുപോലെ ചുറ്റിയെടുക്കുക. ഇനി ഇതിന്റെ അറ്റം അടിവശത്തേക്കാകുന്ന പോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇത് വീണ്ടും മയം പുരട്ടിയ ട്രേയിലേക്ക് വെച്ചിട്ട് മൂടി വെച്ച് കുറച്ച് നേരം കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ ഓരോന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിന് നമ്മൾ ഏറ്റവും ആദ്യം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബോൾ എടുക്കാം. അത് നമുക്കിനി പരത്തിയെടുക്കാം. ഇത് കുറച്ചു നേരം റിലാക്സ് ചെയ്തുകൊണ്ട് അധികം പ്രയാസമില്ലാതെ നമുക്കിത് പരത്താൻ പറ്റും. ഇത് പരത്തുമ്പോൾ ഒത്തിരി കട്ടി കൂടിയും പരത്തരുത്, തീരെ കനം കുറഞ്ഞു പോകാനും പാടില്ല. ഞാനിപ്പോൾ ഏകദേശം 7 ഇഞ്ച് വട്ടത്തിലാണ് പരത്തിയിട്ടുള്ളത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായിട്ട് നല്ല ചൂടിട്ടുള്ളൊരു പാത്രം മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം. പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഇത് വെച്ചു കൊടുക്കാം. ഒരു 1.5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ചട്ടകം കൊണ്ട് ഇതേപോലെ അമർത്തി കൊടുക്കണം. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സൈഡിൽ അല്പം എണ്ണ തടവിയിട്ട് ഒന്നുകൂടി തിരിച്ചിടാം. ഇവിടെ കുറച്ച് നേരം കഴിയുമ്പോൾ അല്പം എണ്ണ തടവിയിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് രണ്ട് സൈഡിലും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മൾ വേവിക്കുമ്പോൾ ഒത്തിരി നേരം ഇത് കുക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഈ പൊറോട്ട കൂടുതൽ ഡ്രൈ ആയി പോകും. ഈ പാകത്തിനായി കഴിയുമ്പോൾ നമുക്കിത് ചൂടാറാതെ ഒരു കാസറോളിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ബാക്കിയുള്ളത് ചുട്ടെടുക്കുക. എല്ലാം ചുട്ടെടുത്ത് കഴിയുമ്പോൾ 5 എണ്ണം അല്ലേ ഉള്ളൂ. അപ്പോൾ 5ഉം ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ കൈകൊണ്ട് ഒന്ന് അടിച്ച് ഇതിന്റെ ലെയർ സെപ്പറേറ്റ് ആക്കി എടുക്കുക. നമ്മൾ ഷേപ്പ് ചെയ്തപ്പോൾ അങ്ങനെ സ്ട്രിപ്സ് ആക്കി ഷേപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ലെയറുകളൊക്കെ ഇതിന്റെ വിട്ടുവരും. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആണ്. ഒന്ന് തണുത്താലും ഇതിന്റെ ആ സോഫ്റ്റ്നെസ് കുറയില്ല. എങ്കിലും ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചൂടാറാതെ ഇത് കാസറോളിലാക്കി സൂക്ഷിക്കാം. ഇനി നമുക്ക് ആ ഡിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു വെജിറ്റബിൾ മയോണൈസ് ആണ് നമ്മുടെ ഡിപ്പ്. ഇതിന്റെ പ്രത്യേകത ഇത് എഗ്ലെസ് ആണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ അല്പം പോലും എണ്ണ ചേർക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാനിവിടെ ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. ഇത് വെള്ളം കളഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുക്കാം. ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഇനി 2 ടീസ്പൂൺ നാരങ്ങാനീര്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പിനടുത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിലേക്ക് ചേർത്തിട്ടുള്ള നാരങ്ങാനീര്, ഉപ്പ്, അതുപോലെ വെളുത്തുള്ളി ഇതിന്റെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചില്ലി ഗാർലിക് പൊറോട്ട പിന്നെ ഈ ഡിപ്പ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.